അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 9ാമത്തെ ദിവസമാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരമായി വന്നിരിക്കുന്ന, പലപ്പോഴും ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. ആങ്സൈറ്റി അല്ലെങ്കിൽ അനാവശ്യമായ ഭയം. നാളെക്കുറിച്ചുള്ള ആദി, മക്കളെക്കുറിച്ചുള്ള പേടി, മരണം വരുമോ എന്ന ഭയം, പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചിടിപ്പും പാനിക് അറ്റാക്കുകളും. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, പക്ഷേ ഉള്ളിലെന്തോ വലിയൊരു വിപത്ത് വരാൻ പോകുന്നു എന്ന തരത്തിൽ മനസ്സ് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു സൈക്കോളജി ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ആങ്സൈറ്റി എന്നുള്ളത് നിങ്ങളുടെ മനസ്സ് ഒരു അപകടം മുൻകൂട്ടി കണ്ട് പേടിക്കുന്നൊരവസ്ഥയാണ്. ഈ ഭയത്തെ മെഡിക്കൽ സയൻസിലെ ബ്രീതിങ് എക്സസൈസ്, അതേപോലെ തന്നെ ഖുർആനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയത്തുൽ കുർസിയിലൂടെയും എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ ആങ്സൈറ്റിയുടെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ് ആക്റ്റീവ് ആകുന്നത്. ശരീരം വലിയൊരു അപകടം നേരിടാൻ പോവുകയാണെന്ന് കരുതി നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അത് ഉണരുകയും കൈകാലുകൾ വിറക്കുകയും തൊണ്ട വരണ്ടു പോവുകയും നെഞ്ചിടിപ്പ് കൂടുകയും ചെയ്യും. ഇതൊരൊറ്റ നിമിഷം കൊണ്ട് നമ്മളെ തളർത്തിക്കളയും. എന്നാൽ ഇസ്ലാം ഈ ഭയത്തെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തീർച്ചയായും ഭയം, വിശപ്പ്, സമ്പത്തിലും ജീവനുകളിലും വിളവുകളിലും കുറവ് തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. എന്നാൽ ക്ഷമയോടെ സഹിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക. ഈ ആയത്ത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അനിവാര്യമാണെന്ന് പഠിപ്പിക്കുന്നു. പരീക്ഷണങ്ങൾ പല രൂപത്തിലായിരിക്കും. ഭയം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം തേടണം. ആങ്സൈറ്റിയെ പിടിച്ചു കെട്ടാൻ ശാസ്ത്രം പറയുന്ന വഴികളിലൂടെ, അതേപോലെ തന്നെ ഇസ്ലാം തന്ന ആത്മീയ പ്രതിവിധികളും ഒരേപോലെ കൊണ്ടുപോയാൽ ഈ അവസ്ഥയെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത്. അതായത് പ്രയാസങ്ങൾക്കിടയിലും അള്ളാഹുവിൽ വിശ്വാസം നിലനിർത്തി ക്ഷമയോടെ മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണയും പ്രതിഫലവും ഉറപ്പാണ് എന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഉപേക്ഷണമല്ല, അവൻ്റെ അടുക്കലിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരവസരമായിട്ടാണ് നാം കാണേണ്ടത്. ക്ഷമിക്കുന്ന ഹൃദയത്തിന് അള്ളാഹു സന്തോഷവാർത്ത വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കും. ഇനി പറയാനുള്ളത് ആങ്സൈറ്റിയും ഭയവും മാറ്റാനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത് 4-7-8 എന്നുള്ള ശ്വസന വ്യായാമം. ഇതിനെ സൈക്കോളജിയിൽ ദ ബോക്സ് ബ്രീത്തിങ് എന്ന് പറയും. നമുക്ക് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുകയോ പാനിക് ആവുകയോ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിക്കുകയാണ്. സൈക്കോളജി ഇതിന് 4-7-8 ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയും. ആദ്യം 4 സെക്കൻഡ് എടുത്ത് മൂക്കിലൂടെ ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. അതവിടെ ഒരു 7 സെക്കൻഡ് ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. പിന്നീട് 8 സെക്കൻഡ് എടുത്ത് വായിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ 4 തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ കൃത്യമായി എത്തുകയും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ ആയത്തുൽ കുർസിയുടെ സംരക്ഷണം, സ്പിരിച്വൽ ഷീൽഡ് എന്ന് പറയും. ആങ്സൈറ്റി പലപ്പോഴും പിശാചിൻ്റെ വസ്വാസ കാരണം ഉണ്ടാക്കുന്നതാണ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനമാണ് ആയത്തുൽ കുർസി. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ രാത്രി കിടക്കാൻ നേരം ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംരക്ഷണം, ഒരു മലക്ക് അവന് കാവലുണ്ടാക്കും. പ്രഭാതം വരെ പിശാച് അവൻ്റെ അടുക്കിലേക്ക് വരികയേയില്ല എന്നുള്ളത്. ഭയം തോന്നുമ്പോൾ
കണ്ണുകളടച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിൽ ധ്യാനിച്ച് ഓതുക. പ്രപഞ്ചനാഥൻ്റെ സംരക്ഷണം നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ള ആ ചിന്ത ഭയത്തെ ഇല്ലാതാക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. 5 4 3 2 1 എന്നുള്ള ഗ്രൗണ്ടിങ്. ഭാവിയെക്കുറിച്ചുള്ള അമിത ചിന്തയാണ് ആങ്സൈറ്റി. നിങ്ങളെ നിലവിലുള്ള നിമിഷത്തിലേക്ക്, അതായത് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇത് സൈക്കോളജിയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്ക് പേടി തോന്നുന്ന സമയത്ത് ചുറ്റുമിരുന്ന് ഈ 5 കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള 5 സാധനങ്ങളെ നോക്കുക. തൊടാൻ പറ്റുന്ന 4 കാര്യങ്ങളെ തൊട്ടറിയുക. കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. മണക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ തിരിച്ചറിയുക. രുചിക്കാൻ പറ്റുന്ന 1 കാര്യം ആലോചിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ശ്രദ്ധ പേടിയിൽ നിന്ന് മാറി ബ്രെയിൻ റിലാക്സ് ആവുകയും ചെയ്യും. 4ാമത്തെ കാര്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് ശത്രുക്കൾ വളഞ്ഞു എന്ന് കേട്ടപ്പോൾ, അതേപോലെ തന്നെ ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിഞ്ഞപ്പോഴും വിശ്വാസികൾ ഉച്ചരിച്ച വലിയൊരു പ്രാർത്ഥനയുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ മാത്രമാണ്. അടുത്തൊരു ഖുർആൻ പറയുന്നൊരായത്ത്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനം വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ജനങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, അതിനാൽ അവരെ ഭയപ്പെടുക. എന്നാൽ അത് അവരുടെ ഈമാൻ വർദ്ധിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഏറ്റവും ഉത്തമനായ രക്ഷാധികാരിയാണ്. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഭീഷണികളും ഭയപ്പെടുത്തലുകളും ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസം തകർക്കേണ്ടതല്ല, മറിച്ച് അവൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കേണ്ടതാണ്. മറ്റുള്ളവർ ഭയം പരത്തുമ്പോൾ സത്യവിശ്വാസികൾ മനുഷ്യരുടെ ശക്തിയിലല്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും പദ്ധതിയിലുമാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അവരുടെ മഹത്തായ വാക്കുകൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഏറ്റവും ഉത്തമനായ രക്ഷാധികാരിയാണ് എന്നുള്ളത്. ഇത് പ്രയാസങ്ങളിലും ഭയത്തിലും ആശങ്കകളിലും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് ശക്തി നൽകുന്ന ഏറ്റവും പ്രസിദ്ധമായ ഖുർആൻ വാക്യങ്ങളിലൊന്നാണ്. ലോകം നിന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഈമാൻ വളരട്ടെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് വിശ്വാസത്തോടെ പറയുന്ന ഹൃദയത്തിന് അല്ലാഹു മതി. നമ്മുടെ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വേവലാടുത്തിപ്പെടാത്ത, എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു, അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് ഈ ദിക്ർ ചൊല്ലുക. അത് മനസ്സിലേക്ക് വലിയൊരു സമാധാനം നൽകും. ഇനി 5ാമത്തെ കാര്യം എന്തെന്നാൽ കഫേനും സോഷ്യൽ മീഡിയയും കുറയ്ക്കുക. മാനസിക കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ചില ശീലങ്ങളും ആങ്സൈറ്റി കൂട്ടും. ചായ, കാപ്പി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന കഫെയിൻ നെഞ്ചിടിപ്പ് കൂട്ടാൻ കാരണമാകും. ആങ്സൈറ്റി ഉള്ളവർ കാപ്പിയുടെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ രാത്രി വൈകി ഇരുട്ടത്തിരുന്ന് നെഗറ്റീവ് വാർത്തകളും റീൽസുകളും കാണുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രെസ്സ് കൂട്ടാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ നിങ്ങളുടെ തുമൈനിന ചാലഞ്ച് എന്നുള്ളത് ഇതാണ്. ഇന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ടെൻഷനോ പേടിയോ വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പഠിച്ച 4-7-8 ബ്രീത്തിങ് ആ ഒരു ടെക്നിക്ക് 3 തവണ ചെയ്യുക. എന്നിട്ട് കൈ നെഞ്ചിൽ വെച്ച് 3 തവണ ആയത്തുൽ കുർസി സാവധാനം ഓതുക. നിങ്ങളുടെ നെഞ്ചിടിപ്പ് മാറി മനസ്സ് എത്രത്തോളം ശാന്തമാകുന്നു എന്ന് അനുഭവിച്ചറിയുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നാളെയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നത് നമ്മളെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബാണ്. അതുകൊണ്ട് ഭയത്തെ അള്ളാഹുവിലേക്കുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് മറികടക്കാം. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ഈ യാത്രയിൽ നമ്മുടെ മനസ്സിനും നമുക്കൊരു കാവലേക്കാം. നാളെ തുമൈനീന സീരീസിൻ്റെ 10ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.